are you all? Hope you have watched the videos of the last 2 classes and you are doing the mental exercises and are going well. എല്ലാവരും വിക്ടേഴ്സിൽ ക്ലാസ്സുകളൊക്കെ കണ്ട് നന്നായിട്ട് പാഠഭാഗങ്ങളൊക്കെ പഠിച്ച് മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് ഇരിക്കുകയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആണോ? യെസ്, റൈറ്റ്. So we have not enough time, so let's go to the second part of the first chapter. Then which is the second part? Can anyone say? Yes, you are right. The difference between socialism and capitalism. So please write down the heading in your notebook. Many higher secondary examinations have a 3-mark question from this area. സാധാരണ ഒരു 3 മാർക്കിൻ്റെ ചോദ്യമാണ് ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യലിസം ആൻഡ് ക്യാപിറ്റലിസം, അതല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യലിസം ആൻഡ് ക്യാപിറ്റലിസം, ഈ ഏരിയയിൽ നിന്ന് ചോദ്യം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സോഷ്യലിസത്തിൻ്റെ 3 ഫീച്ചേഴ്സും ക്യാപിറ്റലിസത്തിൻ്റെ 3 ഫീച്ചേഴ്സും എഴുതും. അങ്ങനെ ടോട്ടൽ 6 ഫീച്ചേഴ്സ്, 1/2 മാർക്ക് വീതം ഓരോ ഫീച്ചറിനും കിട്ടും. വളരെ സിമ്പിളായിട്ട് നമ്മൾ 3 മാർക്ക് വാങ്ങും. എന്നാൽ ഇന്നും വളരെ കാലിക പ്രസക്തിയുള്ള മാറ്റർ ഓഫ് ഹീറ്റഡ് ഡിസ്കഷനായിട്ട് നിൽക്കുന്ന റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളെ ടോപ്പിക്കിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് ഞാൻ നിങ്ങൾക്ക് 30 സെക്കൻഡ്, വെറും 30 സെക്കൻഡുള്ളൊരു വീഡിയോ കാണിച്ചു തരാം. നിങ്ങളെ കോൺസെൻട്രേഷൻ സ്പാനൊക്കെ എങ്ങനെയുണ്ട് നോക്കട്ടെ, നിങ്ങളെ അറ്റൻഷനൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. നിങ്ങളൊന്ന് വീഡിയോ കാണൂ. Instead, socialism is morphed and we now have 3 main trends. 1. Chinese socialism with a high dose of capitalism but no democracy. 2. Democratic socialism such as in Northern Europe with democracy and private property but heavy redistribution through high levels of taxation. 3. Socialism as a component of capitalism, present in countries such as the US or the UK, which lean more towards capitalism but still have state-funded social programs. As can be seen, pure communism and capitalism don't exist at this point, and instead we have various combinations between the two. യെസ്, എല്ലാവരും വീഡിയോ കണ്ടല്ലോ. ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പ്യുവർ ക്യാപിറ്റലിസം ആൻഡ് പ്യുവർ സോഷ്യലിസം ഡസ് നോട്ട് എക്സിസ്റ്റ് എനിവെയർ ഇൻ ദ വേൾഡ്. വി ഹാവ് ദ വേരിയസ് കോമ്പിനേഷൻ ബിറ്റ്വീൻ ദ 2. പ്യുവർ ക്യാപിറ്റലിസോ പ്യുവർ സോഷ്യലിസോ ഇന്ന് എവിടെയും ഒരു രാജ്യത്തും നിലനിൽക്കുന്നില്ല. വേണമെങ്കിൽ വെനുസില അതേപോലെ തന്നെ നോർത്ത് കൊറിയയൊക്കെ നമുക്കൊരു എക്സെപ്ഷണൽ കേസ് പറയാം. ഈ സോഷ്യലിസത്തിൻ്റെയും ക്യാപിറ്റലിസത്തിൻ്റെയും ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് അടങ്ങിയ സംവിധാനമാണ് മിക്കവാറും രാജ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? പിന്നെ ആ വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ട് പറയുന്നുണ്ട് സോഷ്യലിസം തന്നെ 3 വിധത്തിലുണ്ട്. ഒന്നാമത് പറയുന്നത് ചൈനീസ് സോഷ്യലിസമാണ്. ചൈനീസ് സോഷ്യലിസത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ ഹൈ ലോഡ് ക്യാപിറ്റലിസം ഉണ്ട്, അതിൻ്റെ ഒപ്പമാണ് സോഷ്യലിസം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദെൻ രണ്ടാമത് പറയുന്നത് ഡെമോക്രാറ്റിക് സോഷ്യലിസം. നമ്മുടെ നോർത്തേൺ യൂറോപ്പിലൊക്കെ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നോർവേ, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്. അവിടെ ക്യാപിറ്റലിസത്തിൻ്റെ ഡീമെറിറ്റ്സ് ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സോഷ്യലിസ്റ്റ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ വരുന്നത് നമ്മുടെ അമേരിക്കയിലെയും അതുപോലെ ബ്രിട്ടനിലെയും സോഷ്യലിസം ആസ് എ കോമ്പണൻ്റ് ഓഫ് ക്യാപിറ്റലിസം. അപ്പോൾ നമ്മൾ വിഷയം പഠിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ സോഷ്യലിസം ആണെങ്കിലും ക്യാപിറ്റലിസം ആണെങ്കിലും ഇതിൻ്റെ രണ്ടിൻ്റെ മിക്സിംഗ് ആണ് പല രാജ്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പ്യുവർ ക്യാപിറ്റലിസവും സോഷ്യലിസവും ഒന്നും ലോകത്ത് ഇപ്പോൾ എവിടെയും നിലനിൽക്കുന്നില്ല എന്നുള്ള വസ്തുത നമ്മൾ ആദ്യം കൃത്യമായിട്ട് മനസ്സിലാകണം. റൈറ്റ്, നമ്മളെ ടോപ്പിക്കിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഫസ്റ്റ് ലെറ്റ്സ് സീ ദ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യലിസം. നിങ്ങളൊരു സബ്ഹെഡിങ് എഴുതി വെക്കുക, ഫീച്ചേഴ്സ് ഓഫ് സോഷ്യലിസം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഡു യു നോ വിച്ച് ആർ ദ മേജർ സോഷ്യലിസ്റ്റ് ഓർ കമ്മ്യൂണിസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ്? യെസ്, ഏതൊക്കെയാണ് ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ? പറയൂ. ഫിഡൽ കാസ്ട്രോൻ്റെ പിൻഗാമികളുള്ള ക്യൂബ, കിമ്മിൻ്റെ നോർത്ത് കൊറിയ, ഹോച്ചിമിൻ്റെ വിയറ്റ്നാം, ലാവോസ്, പിന്നെ ഒരു രാജ്യം കൂടി ഉണ്ടല്ലോ നമ്മുടെ നൈബറിങ് കൺട്രി. യെസ്, റൈറ്റ്. അനദർ കൺട്രി ദാറ്റ് യു മേ തിങ്ക് ഓഫ് ഈസ് ചൈന. ബട്ട് ഐ തിങ്ക് ചൈന ഹാസ് ഓൾറെഡി ലെഫ്റ്റ് ദ ഫീച്ചർ ഓഫ് എ പ്യുവർ സോഷ്യലിസ്റ്റ് ഓർ കമ്മ്യൂണിസ്റ്റ് കൺട്രി. കഴിഞ്ഞ വർഷം നമ്മൾ ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ദ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഓഫ് ചൈന എന്ന ഏരിയയിൽ കൃത്യമായി പഠിച്ചതാണ്. നൗ ചൈന അലൗസ് പ്രൈവറ്റൈസേഷൻ ആൻഡ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ചൈന ഇപ്പോൾ വിദേശത്ത് നേരിട്ടുള്ള നിക്ഷേപവും അതുപോലെ തന്നെ സ്വകാര്യവൽക്കരണമൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. ഏറ്റവും രസകരമായ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന ഹാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ബില്യനേഴ്സ് ഇൻ ദ വേൾഡ്.
ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുള്ള രാജ്യം ഏതന്നെയാണ്? ചൈന തന്നെയാണ്. നമ്മളെ മൈക്രോസോഫ്റ്റിൻ്റെ ഉടമ ബിൽ ഗേറ്റ്സ് ആയിരുന്നു ഒരു കാലത്ത് ഏറ്റവും വലിയ സമ്പന്നൻ. പിന്നെ നമ്മളെ ആമസോണിൻ്റെ ഉടമ ആര് വന്നു? ജെഫ് സോബേഴ്സ് വന്നു. പിന്നീട് വന്നത് ചൈനയിലുള്ള ഓൺലൈൻ ട്രേഡിംഗ് കമ്പനി ആയിട്ടുള്ള അലിബാബ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ CEO ജാക്ക് മാ. അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉണ്ട് താനും. അപ്പോൾ അതാണ് ചൈനേൻ്റെ അവസ്ഥ. അപ്പോൾ ചൈന നമുക്കിപ്പോൾ എന്താ പറയാൻ പറ്റുക? നൗ ചൈന ഈസ് നോൺ ആസ് എ സോഷ്യലിസ്റ്റ് മാർക്കറ്റ് ഇക്കോണമി. ചൈനയെ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്ന ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളും കൊടുത്തിരിക്കുന്ന ഒരു പുതിയ ടേം എന്താണ്? സോഷ്യലിസ്റ്റ് മാർക്കറ്റ് ഇക്കോണമി എന്നാണ്. ഈ ഓൺലൈൻ ക്ലാസ്സുകളുടെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് അഡീഷണൽ ഇൻഫർമേഷനൊന്നും കുറേ ഇമ്പാർട്ട് ചെയ്യാൻ പറ്റില്ല, ടൈം അധികമില്ല. അതുകൊണ്ട് കം ബാക്ക് ടു ദ സോഷ്യലിസം. നമുക്ക് സോഷ്യലിസത്തേക്ക് തന്നെ തിരിച്ചു വരാം, നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. സോഷ്യലിസത്തിൻ്റെ ഫീച്ചേഴ്സ് മാഷ് പറയുന്നതിൻ്റെ തൊട്ട് മുൻപ് നിങ്ങൾക്ക് വീണ്ടും ഒരു 30 സെക്കൻഡുള്ളൊരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യും. In socialist societies, it is the government who own and operate the means for production, i.e. land, natural resources, factories, etc. The citizens earn a wage but only receive what they need. The aim of the game is equality between all people and the elimination of social classes. Marx envisioned that a successful socialist model would morph into communism. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായിട്ടുള്ളത്? ഇതിൽ നിന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് സോഷ്യലിസത്തിൻ്റെ ഒരു 3-4 ഫീച്ചേഴ്സ് പുറത്തെടുക്കാൻ പറ്റും. ഒന്നാമതായി അതിൽ പറയുന്നത് ഗവൺമെൻറ് ഓൺ ആൻഡ് മാനേജ് മീൻസ് ഓഫ് പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ്. ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനവും വിതരണവും ഓണർഷിപ്പും ആർക്ക് തന്നെയാണ്? ഗവൺമെൻറ്റിനാണ്. അവിടെ പ്രൈവറ്റ് സെക്ടർ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനിയിപ്പോൾ അത് നാച്ചുറൽ റിസോഴ്സ് ആവട്ടെ, ലാൻഡ് ആവട്ടെ, ഫാക്ടറീസ് ആവട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഗവൺമെൻറ്. അതുപോലെ തന്നെ ഇക്വാലിറ്റി ബിറ്റ്വീൻ ദ പീപ്പിൾ, ദെൻ എലിമിനേഷൻ ഓഫ് ക്ലാസസ് ഇൻ ദ സൊസൈറ്റി. ഇവിടെ ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് ദ പുവർ. ഉയർന്നവരെന്നോ താഴ്ന്നവരെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനോ എന്നോ എന്നുള്ള യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പർ ക്ലാസ് ഇല്ല, ലോവർ ക്ലാസ് ഇല്ല, എല്ലാവരും തുല്യരാണ്, സമന്മാരാണ്. ഇക്വാളിറ്റി. സോഷ്യലിസം എന്നുള്ളതിൻ്റെ മലയാള അർത്ഥം തന്നെ എന്താണ്? സ്ഥിതി സമത്വവാദം അല്ലെങ്കിൽ സ്ഥിതി സമത്വ വ്യവസ്ഥിതി എന്നാണ്. സ്ഥിതി സമത്വം, എല്ലാ ആളുകളും സമന്മാരാണ് അല്ല. ഇതിൻ്റെ ആ വ്യവസ്ഥിതി ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവന് ജീവിക്കാനുള്ളത് എടുത്ത് ബാക്കിയില്ലാത്തവന് കൊടുക്കുന്ന ഒരു സംസ്കാരം അല്ലേ. ഇത് നടപ്പിലാക്കാൻ പറ്റുകയാണെങ്കിൽ എന്ത് മനോഹരമായ ഒരു രാജ്യമായി മാറുമായിരുന്നു ഇത്. ഇത് നടപ്പിലാക്കാൻ പറ്റില്ല. നമുക്ക് ജീവിക്കാനുള്ളത് എടുത്ത് നമ്മളില്ലാത്ത ആളുകൾക്ക് കൊടുക്കുമോ? എവിടെ കൊടുക്കുന്നു? അപ്പോൾ അതുകൊണ്ട് ഇതിനെ ക്യാപിറ്റലിസ്റ്റുകളൊക്കെ വിമർശിക്കുന്നത് ഒരു ഉട്ടോപ്യൻ ആശയമാണ് അല്ലേ. സിനിമയിലൊക്കെ പറയുന്ന പോലെ നടക്കാത്ത എന്ത് മനോഹരമായ സ്വപ്നമാണ് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഇതാണ് സോഷ്യലിസത്തിൻ്റെ ഈ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി ഓരോരോ ഫീച്ചർ മാഷ് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഒന്നാമത്തെ ഫീച്ചർ വെൽഫെയർ മോട്ടീവ്. ദ മോട്ടീവ് ഓഫ് എ സോഷ്യലിസ്റ്റ് ഇക്കോണമി ഈസ് ദ വെൽഫെയർ, വെൽബീയിങ് ആൻഡ് ദ പ്രോസ്പെരിറ്റി ഓഫ് ദ പീപ്പിൾ ഇൻ എ കൺട്രി. ദ ഡിസ്പാരിറ്റി ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് ദ പുവർ ഈസ് ലോ. ഇവിടെ സോഷ്യലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞത് ജനങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവും സമൃദ്ധിയുമാണ് ഇവർ വിഭാവനം ചെയ്യുന്നത്. ദ ഗവൺമെൻറ് പ്രിഫറൻസ് ഈസ് ഫോർ ഇംപ്രൂവിങ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് ദ ബേസിക് ഫെസിലിറ്റീസ് ഓഫ് ദ പീപ്പിൾ. ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിത ഗുണനിലവാരം, സാമൂഹ്യ പദവി, ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക, ചുരുക്കത്തിൽ ആ രാജ്യത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന സവിശേഷത. മനസ്സിലായല്ലോ? സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെക്കൻഡ് ഫീച്ചർ, ഗവൺമെൻറ് സെക്ടർ ഓർ പബ്ലിക് സെക്ടർ ഡോമിനൻസ്. ഹിയർ ദ റോൾ ഓഫ് ദ പ്രൈവറ്റ് സെക്ടർ ഈസ് മിനിമം ഇൻ എ സോഷ്യലിസ്റ്റ് ഇക്കോണമി. ഹിയർ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ടു all. The production and distribution of goods and services are under the control of the government.
government own and operate the means of production. നമ്മൾ നേരത്തെ വീഡിയോ കണ്ട സമയത്ത് തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനവും വിതരണവും ഓണർഷിപ്പും ഉടമസ്ഥാവകാശവും ആരുടെ കീഴിലാണ്? ഗവൺമെൻറ് സെക്ടറിലാണ്, അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിലാണ്. ഇവിടെ സ്വകാര്യ മേഖലയ്ക്ക് ഒരു വിധത്തിലുള്ള സ്വാധീനവും ഇല്ല. എന്നാൽ നമുക്ക് അടുത്ത സോഷ്യലിസത്തിൻ്റെ ഫീച്ചറിലേക്ക് പോയാലോ? റൈറ്റ്, എഴുതി വെക്കുക. സെൻട്രലൈസ്ഡ് പ്ലാനിങ്. ഹാവൻറ്റ് യു ഹേർഡ് ഓഫ് ദ 5-year plans? നിങ്ങൾ പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? ലാസ്റ്റ് ഇയറിൽ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ 5-year പ്ലാൻസും ഒബ്ജക്റ്റീവ്സ് ഓഫ് 5-year plans ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. വിച്ച് വാസ് ദ ടൈം പീരീഡ് ഓഫ് അവർ ഫസ്റ്റ് 5-year plan? ആരെങ്കിലും പറയൂ? യെസ്, ഇറ്റ് വാസ് എക്സിക്യൂട്ടഡ് ഫ്രം 1951 to 1956. Actually, we borrowed the concept of planning from Soviet Union. Then who implemented the 5-year plans in India? Yes, it was implemented by Jawaharlal Nehru, the first Prime Minister of India. Now the BJP government ended the 5-year plans. Now 5-year plan was replaced by Niti Aayog. പഞ്ചവത്സര പദ്ധതികളൊക്കെ ഇപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. ഇനി അതൊക്കെ ഹിസ്റ്ററിയിലാണ് നമ്മൾ പഠിക്കുക. BJP ഭരണത്തിൻ്റെ രണ്ടാമത്തെ ടേണിലേക്ക് വരികയാണ്. പുതിയ സംവിധാനമാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് പകരം അവർ കൊണ്ടുവന്നിട്ടുള്ളത്. നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതിൻ്റെ ചെയർമാൻ. രാജീവ് കുമാറാണ് അതിൻ്റെ വൈസ് ചെയർമാൻ. നമ്മുടെ പഴയ കോഴിക്കോട് ജില്ലാ കളക്ടർ മാനാഞ്ചിറ സ്ക്വയറൊക്കെ ഡിസൈൻ ചെയ്ത അമിതാഭ് കാന്ത്, അദ്ദേഹമാണ് അതിൻ്റെ CEO. നമുക്ക് ഈ ഒരു ഏരിയയിൽ കൂടുതലായിട്ട് പറഞ്ഞു പോകാനുള്ള സമയമല്ല, അതുകൊണ്ട് യു ഷുഡ് സെർച്ച് ആൻഡ് ഫൈൻഡ് മോർ ഡീറ്റെയിൽസ് അബൌട്ട് നീതി ആയോഗ്. റൈറ്റ്? സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ തേർഡ് ഫീച്ചർ ഓഫ് സോഷ്യലിസം. ഹിയർ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് നീഡ്സ് ഓഫ് ദ പീപ്പിൾ. ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് ദ പുവർ. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് സോഷ്യലിസം. സാധനങ്ങളും സേവനങ്ങളും ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച് കൃത്യമായി ലഭ്യമാക്കുന്ന ഒരു വ്യവസ്ഥിതി ഇല്ലേ? ഇപ്പോൾ നമ്മൾ തന്നെ ഈ ഒരു സമയത്ത് നമ്മളെ കോവിഡ് കാലത്ത് ചില കാര്യങ്ങൾ നമ്മളെ സംസ്ഥാന സർക്കാർ ചെയ്തതെന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫീച്ചർ നമുക്ക് കാണാൻ പറ്റും. യു മേ ഹാവ് നോട്ടീസ്ഡ് ഡ്യൂറിങ് ദിസ് COVID-19 outbreak, the government of Kerala distributed essential food items through ration shop to the needy people. നമ്മൾ 2 മാസം ലോക്ക്ഡൗൺ ആയ സമയത്ത് ആളുകൾക്ക് ഭക്ഷ്യധാന്യങ്ങൾക്ക് ദൗർലഭ്യം വരരുത് എന്നുള്ള ഉദ്ദേശത്തിൽ സൗജന്യമായി എല്ലാ ആളുകൾക്കും അരിയും പലചരക്കും അടക്കമുള്ള സാധനങ്ങൾ വീടുകളിൽ എത്തിച്ചു നൽകിയിരുന്നു അല്ലേ? അത് ഈ സോഷ്യലിസത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സാധനങ്ങളും സേവനങ്ങളും എത്തിച്ചു കൊടുക്കുക. മെഡിസിൻ, ഫുഡ് ഐറ്റംസ് or some essential services, whatever it may be, made available at free of cost to the needy people. ഫ്രീ ഓഫ് കോസ്റ്റിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സാധനങ്ങളും സേവനങ്ങളും എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ നമ്മൾ സോഷ്യലിസത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കൗണ്ടർ പാർട്ടിലായിട്ടുള്ള ക്യാപിറ്റലിസത്തിലേക്ക് പോകാം. ക്യാപിറ്റലിസം ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു സോഷ്യലിസം. This is led by America. Most of the European countries and some other countries like Japan, Singapore, Canada and Australia have capitalist economies. നേരത്തെ പോലെ തന്നെ ക്യാപിറ്റലിസത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു 30 സെക്കൻഡ് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ ശ്രദ്ധാപൂർവം ആ വീഡിയോ ഒന്ന് കാണും. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പോയിന്റുകൾ ക്യാപിറ്റലിസത്തിൻ്റെ സവിശേഷതകൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കാം. Capitalism. In capitalist societies, products and services are provided by the individual. These individuals employ workers and are allowed to keep the profit from the excess production the workers create. This system incentivizes individuals to come up with ways of generating wealth for themselves. Competition between rival businesses occurs naturally. This leads to more productivity, which in turn generates wealth and advancement for the rest of society. യെസ്, നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടല്ലോ. ആ വീഡിയോയിൽ നിന്നും എന്ത് പ്രധാനപ്പെട്ട പോയിൻ്റാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്? യെസ്, the production and distribution of the goods and services are controlled by the individual.
or firm. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും അതിൻ്റെ ഓണർഷിപ്പും കൂടി ആർക്കാണ്? അല്ലേ? ഇൻഡിവിജ്വൽ ഓൺ ആൻഡ് ഓപ്പറേറ്റ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഇൻഡിവിജ്വലിനാണ്. മാത്രമല്ല ഇത്തരത്തിൽ ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്ന ഇൻഡിവിജ്വൽസ് തമ്മിൽ എന്തുണ്ട്? തീർച്ചയായിട്ടും ദ എലമെൻറ്റ് ഓഫ് കോമ്പറ്റീഷൻ ഉണ്ട്. എലമെൻറ്റ് ഓഫ് കോമ്പറ്റീഷൻ ലീഡ്സ് ടു മോർ പ്രൊഡക്ടിവിറ്റി. മോർ പ്രൊഡക്ടിവിറ്റി ഫർദർ ലീഡ്സ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ നാഷൻ ഓർ ദ സൊസൈറ്റി. അതാണ് ഇവരുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റൈറ്റ്? ഓക്കെ. പക്ഷേ പരീക്ഷയ്ക്ക് നമുക്ക് എഴുതണമെങ്കിൽ കൃത്യമായ പോയിന്റുകൾ ആവശ്യമാണ്. അതുകൊണ്ട് ക്യാപിറ്റലിസത്തിൻ്റെ ഒന്നാമത്തെ ഫീച്ചറാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറാണ് പ്രോഫിറ്റ് മോട്ടീവ്. ഹിയർ എവരി ആക്ടിവിറ്റി ഈസ് പ്രോഫിറ്റ് ഓറിയൻറ്റഡ്. ലാഭമാണ് പരമപ്രധാനമായ ലക്ഷ്യം. ഏത് എക്കണോമിക് ആക്ടിവിറ്റി ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി ചെയ്യാനുള്ള പ്രേരണ, ഡ്രൈവിംഗ് ഫോഴ്സ്, ചാലകശക്തി, അതിൻ്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എന്തുതന്നെയാണ്? പ്രോഫിറ്റിൻ്റെ എലമെൻ്റ് ഉണ്ടോയെന്ന് തീർച്ചയായിട്ടും അവർ പരിശോധിച്ചിരിക്കും. ഇപ്പോൾ നമുക്ക് അമേരിക്കേൻ്റെ കാര്യം തന്നെ അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാവും. യു ഹാവ് സീൻ ദാറ്റ് ദ നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻസ് ഹാസ് ഇൻക്രീസ്ഡ് ഇൻ അമേരിക്ക. ദാറ്റ്സ് മേ ബി ബിക്കോസ് ഓഫ് ദെയർ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആറ്റിറ്റ്യൂഡ്. അമേരിക്ക ഈസ് നോട്ട് റെഡി ഫോർ ലോക്ക്ഡൗൺ ആസ് ഇറ്റ് മേ അഫക്റ്റ് ദെയർ ഇക്കോണമി. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ളതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടതും അമേരിക്കയിലാണ്. എന്തുകൊണ്ട് അമേരിക്ക ലോക്ക്ഡൗൺ നമ്മളെപ്പോലെയൊന്നും തയ്യാറായില്ല ഇനിഷ്യൽ സ്റ്റേജിലൊന്നും? ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസമാണ് മാസ്ക് ധരിച്ച് പുറത്തിറങ്ങിയിട്ടുള്ളത്. ലോക്ക്ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഇക്കോണമിയിൽ ഡിപ്രഷൻ വരും, അവരെ പ്രോഫിറ്റ് കുറയും എന്നുള്ളൊരു ചിന്ത മാത്രമാണ്. ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനേക്കാളും ഒരുപക്ഷെ മുകളിൽ അവർക്ക് ഏത് നിൽക്കും? അവരെ പ്രോഫിറ്റ് മോട്ടീവ് നിൽക്കാനുള്ള സാധ്യത ഉണ്ട്, ചാൻസ് ഉണ്ട്. റൈറ്റ്? സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസം, ദാറ്റ് ഈസ് പ്രൈവറ്റ് സെക്ടർ ഡോമിനൻസ്. നമ്മൾ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് തന്നെ പറഞ്ഞു, ഇൻഡിവിജ്വൽസ് ഓൺ ആൻഡ് ഓപ്പറേറ്റ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഹിയർ ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ കൺട്രോൾഡ് ബൈ ദ പ്രൈവറ്റ് സെക്ടർ. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതും വിതരണം ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഓണർഷിപ്പും ആർക്ക് തന്നെയാണ്? സ്വകാര്യ മേഖലയ്ക്ക് തന്നെയാണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ്. അതുകൊണ്ട് നമ്മൾ അടുത്ത ഫീച്ചറിലേക്ക് പോവുകയാണ്. ഹിയർ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് പർച്ചേസിംഗ് പവർ ഓഫ് ദ പീപ്പിൾ. സാധനങ്ങളും സേവനങ്ങളും ആളുകൾക്ക് വാങ്ങാനുള്ള ശേഷി, ക്രയശേഷി, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അവർക്ക് സാധനങ്ങളും സേവനങ്ങളും ലഭിക്കുക. ചുരുക്കി പറഞ്ഞാൽ whoever has money gets all facilities. ആർക്കാണോ പണം കയ്യിലുള്ളത് അവർക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടും. സോഷ്യലിസത്തിൻ്റെ പോലെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സാധനങ്ങളും സേവനങ്ങളും ഒരുപക്ഷെ കിട്ടി എന്ന് വരില്ല. അമേരിക്കേൻ്റെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എ സിംഗിൾ COVID-19 patient expense is lakhs of rupees. Then what about Kerala? You know all the treatments are free of cost. ഒരു കോവിഡ് പേഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ അമേരിക്കയിൽ നമ്മൾ പത്രങ്ങളിൽ നിന്ന് വായിച്ച് അറിഞ്ഞത് ഇന്ത്യൻ മണിയിൽ ലക്ഷങ്ങൾ അവിടെ ചിലവാകുന്ന ഒരു 10-15 ദിവസം അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ. പക്ഷെ ഇവിടെ എന്താണ്? നമ്മളെ 108 ആംബുലൻസ് വന്ന് കൊണ്ടുപോയി ഫ്രീ ആയി ട്രീറ്റ്മെൻറ്റ് നടത്തി തിരിച്ചു കൊണ്ടുവരും. ഇവിടെ പണമുള്ളവനും പണമില്ലാത്തവനും തമ്മിൽ വലിയ അന്തരല്ല. എല്ലാവർക്കും ഒരേ ഫെസിലിറ്റീസാണ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്യാപിറ്റലിസത്തിൽ അത് നടന്നുകൊള്ളണം എന്നില്ല. കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസം. ഹിയർ മോസ്റ്റ് എഫിഷ്യൻറ്റ് ആൻഡ് ലീസ്റ്റ് എക്സ്പെൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ വിൽ ബി അഡോപ്റ്റഡ്. ഏറ്റവും കാര്യക്ഷമമായതും ഏറ്റവും ചെലവ് കുറഞ്ഞതുമായ ഉൽപ്പാദന രീതിയാണ് ഇവർ അവലംബിക്കുക. ഒരു സാധനം നമുക്ക് 2 രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഒരു 5 ഏക്കർ പാടത്ത് നെൽകൃഷി ചെയ്യുകയാണെങ്കിൽ ഉഴുതുമറയ്ക്കാൻ ട്രാക്ടർ ഉപയോഗിക്കാം. പക്ഷേ വിത്തെറിയാനും ഞാറ് നടാനും കൊയ്യാനും മെതിക്കാനും നമുക്ക് തൊഴിലാളികൾ ഉപയോഗിക്കാം. ഒരു 10, 20, 30 തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കും. ഇതേ പ്രവർത്തനം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഉഴുതുമറിക്കാം, ഞാറ് നടലിന് യന്ത്രം കൊണ്ടുവരാം, കൊയ്ത്ത് യന്ത്രം കൊണ്ടുവരാം, മെതിക്കാനുള്ള യന്ത്രം കൊണ്ടുവരാം. 5 or 6 ആളുകളും ബാക്കി മെഷീനറീസും. രണ്ടാമത് പറഞ്ഞത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷനും ആദ്യം പറഞ്ഞത് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷനാണ്. നമ്മൾ തൊഴിലുറപ്പിൻ്റെ ആളുകളെ കൊണ്ടൊക്കെ തൊഴിൽ ചെയ്യിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അത്രത്തോളം ആളുകൾക്ക് തൊഴിൽ കിട്ടട്ടെ,
അതിലൂടെ അവർ ഇൻകം ജനറേറ്റ് ചെയ്യട്ടെ. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. പക്ഷേ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ ഇത്തരം ചിന്തകൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. അവർ ഏറ്റവും ചെലവ് കുറഞ്ഞതും ഏറ്റവും കാര്യക്ഷമവുമായിട്ടുള്ള ടെക്നിക്കോ പ്രൊഡക്ഷൻ ആയിരിക്കും അഡോപ്റ്റ് ചെയ്യുക. ഈ പറഞ്ഞ എക്സാമ്പിളിൽ ഒരു പക്ഷേ രണ്ടാമത്തെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കോ പ്രൊഡക്ഷൻ ആയിരിക്കും സാമ്പത്തികമായിട്ട് ആദായകരം. അങ്ങനെയാണെങ്കിൽ അവർ അത് മാത്രമേ അഡോപ്റ്റ് ചെയ്യുള്ളൂ. ഇതാണ് ക്യാപിറ്റലിസത്തിൻ്റെ ഒരു പ്രത്യേകത. സോ ഡിയർ സ്റ്റുഡൻസ്, it's the time to wind up today's class. Today we have discussed the difference between socialism and capitalism, or the features of socialism and capitalism. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ആയിരിക്കരുത് നമ്മളുടെ പഠനം. നിങ്ങൾക്ക് വളരെ ആഴത്തിൽ പഠിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലനിർത്തിക്കൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നത്. നിങ്ങൾക്ക് പുതുചിന്തകൾ ഉണർത്തുന്നതിന് വേണ്ടി റിച്ചാർഡ് വോൾഫിൻ്റെ 2 മിനിറ്റ് താഴെയുള്ള ഒരു വീഡിയോ കൂടി നിങ്ങളെ കാണിക്കുന്നുണ്ട്. അതുകൂടി കണ്ട് ഇത്തരം വിഷയങ്ങളെപ്പറ്റി പ്രഗത്ഭരായിട്ടുള്ള പല ആളുകളും പറഞ്ഞ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോസൊക്കെ നിങ്ങൾ കാണണം. നന്നായിട്ട് പഠിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്കിന്ന് അവസാനിപ്പിക്കാം. So these socialists go further. The government should take over enterprises, literally own and operate the factories, stores, and offices. And instead of the market deciding who gets what, it should be planned in terms of what we want for the society as a whole. These kinds of socialists, after the 1920s, took the name communists. And in those kinds of examples, the Soviet Union, the People's Republic of China, and for parts of their history, Cuba, Vietnam, and so on, are examples. Socialism means that the government comes in, regulates and taxes to make what we might call capitalism, because it leaves business in the hands of private enterprises and markets, but we could call it capitalism with a humane face, capitalism with a certain welfare focus, the welfare of all the people. And here are some examples. Denmark, Norway, Germany, Italy, France. Those countries are often referred to as socialist. Their governments are often governments of socialist parties, and that's what those parties mean, that they will have the government do this regulating and redistributing. That's one concept of socialism around them. What most experiments have not done is really tried that other kind of socialism that revolutionizes the workplace, brings democracy to the workplace for the first time, and says that's the way to get beyond the limits of capitalism, its inequalities, its instabilities, its injustices. Keep watching Simple Economics with me, Vinod Marsh.